Good morning, all. Good morning. കഴിഞ്ഞ ക്ലാസ്സില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുത്തു പോയി. ഓക്കെ, എവിടെ വരെയാ എടുത്തത്? വായിച്ചു നോക്കുന്നുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. വായിച്ചു നോക്കിയായിരുന്നോ ക്ലാസ്? കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് എന്താന്നുള്ള കാര്യം അല്ലെ, ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ട് അല്ലെ? ഓക്കെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു സ്ഥാപനവും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കണം. ഇൻ കേസ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലക്ഷ്യം മാത്രമല്ല പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള അവിടെയുള്ള തൊഴിലാളികളെ തൃപ്തിപ്പെടുത്തി കൊടുക്കണം അല്ലെ. നല്ല രീതിയിലുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു കൊടുക്കണം. അവർക്ക് നല്ല ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കണം അല്ലെ. അവിടെ സ്ഥിരമായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെ. അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പേഴ്സണൽ മാനേജറിന് പലതരത്തിലുള്ള റോളുകൾ ഉണ്ട്. അദ്ദേഹത്തിന് പേഴ്സണൽ റോൾ ഉണ്ട്, വെൽഫെയർ റോൾ ഉണ്ട്, ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോളുകളുണ്ട്. നിയമ നടപടി ക്രമങ്ങളെ അതുമായി ബന്ധപ്പെട്ട റോളുകളെല്ലാം പങ്കുവഹിക്കേണ്ടതുണ്ട് എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ക്ലാസ്സിലേക്കായാലേ സ്റ്റാർട്ട് ചെയ്യാലോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, നമുക്ക് ഒന്നിച്ച് തന്നെ മൂവ് ചെയ്ത് പോവാം. അപ്പോഴാണ് പെട്ടെന്ന് ക്ലാസ് മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട അല്ലെ പ്രവർത്തനങ്ങൾ, ഒരു ഓർഗനൈസേഷനിലെ പേഴ്സണൽ മാനേജറിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നോക്കാം. ഫസ്റ്റ് വേണം ലീഡർഷിപ്പ് പ്രോസസ്. എന്താണ് ലീഡർഷിപ്പ്? അവരെ നേതൃത്വ നിലയിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻവോൾവ്സ് ഇൻ ഇൻഫ്ലുവൻസിങ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. ഒരു സ്ഥാപനത്തിന്റെ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ, എന്തെങ്കിലും ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് വെച്ചോ. ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുക, സർവീസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഉത്പാദനം അല്ലെ, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗ്രൂപ്പായിട്ട് തന്നെ അല്ലെങ്കിൽ ഓരോ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിയെ കൊണ്ടും അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കണം അല്ലെ. ഓരോ പേഴ്സണും അലോട്ട് ചെയ്തിരിക്കുന്ന ജോലികൾ നന്നായിട്ട് തന്നെ നിർവഹിച്ചു പോകണം. എങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തന്നെ നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരു വാർഡ് അല്ലെ, ആ വാർഡിലെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് ആ ദിവസത്തെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആകണം അല്ലെ. അപ്പൊ അങ്ങനെ ഒത്തൊരുമയോട് കൂടിയിട്ട് അവരുടെ പെരുമാറ്റ രീതി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് അല്ലെ, അവിടെ നേതൃത്വ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, അവരെ പ്രചോദിപ്പിച്ച് അവരവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണയിലേക്ക് എത്തിക്കുക എന്ന പ്രധാനപ്പെട്ട പ്രോസസ്സ് പേഴ്സണൽ മാനേജറിന്റെയാണ്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷനിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് ലീഡർഷിപ്പ് പ്രോസസ്സ് അല്ലെ. എവിടെയെങ്കിലും ഒരു ഭാഗപ്പുഴയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിച്ചു കൊടുക്കാനായിട്ട്. ചിലപ്പോൾ നമുക്കറിയാം ഓരോ വാർഡുകളും അവരവരുടെ ഡ്യൂട്ടി നല്ല കൃത്യമായിട്ട് പോകുന്നില്ലെങ്കിൽ എവിടെയാണ് ഫോൾട്ട്, അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം, ഇൻ കേസ് എന്തെങ്കിലും വർക്കേഴ്സിന്റെ അല്ലെ ഒരു അപാകത കൊണ്ടാണോ, ഇൻ കേസ് അവിടെ ഷോർട്ടേജ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെ അപാകത കൊണ്ടാണോ, അതൊക്കെ മനസ്സിലാക്കി മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് മാനേജറിനുള്ളത്, ലീഡർഷിപ്പ് പ്രോസസ്സ്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ലീഡർഷിപ്പ് പ്രോസസ് എന്നുള്ളത്? ഓക്കെ ആണോ? വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സ്. എന്താണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്? നീതി നിർവഹണം അല്ലെ. എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി നിർവഹണം കൊടുക്കണം. നമുക്കറിയാം
അവിടെയുള്ള കുറച്ച് തൊഴിലാളികൾക്ക് വേറെ ഒരു വിഭാഗം അല്ലെ, അവർക്ക് വേണമെങ്കിൽ വൈകി വരാം, അവർക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടരുത് അല്ലെ. എല്ലാവർക്കും തുല്യ രീതി ഉറപ്പാക്കണം. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. ഏവർക്കും അല്ലെ ഒരുപോലെയുള്ള കോമ്പൻസേഷൻ അവിടെ കൊടുക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അല്ലെ, എല്ലാവരും ഒരേപോലെ തന്നെ മാനിക്കേണ്ടതുണ്ട്. ആർക്കും ഒരു പക്ഷപാതം കാണിക്കാനായിട്ട് പാടുള്ളതല്ല. അതാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ഓക്കെ അല്ലേ? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലേക്ക് വരും അല്ലെ ആശയങ്ങള്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയ ചാപ്റ്റർ ആണ് എങ്കിലും നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ലെ ഒരു തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നതെന്ന് ഓർത്താൽ മതി. അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെ ആവശ്യമാണ് അല്ലെ, ഒരേപോലെ തന്നെ കാണണം. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്താണ്? കൺസിസ്റ്റിംഗ് ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽസ് ജോബ്. അതായത് വലിയ ഒരു ടാസ്കുകളായിരിക്കും അല്ലെ, നമുക്ക് ഈ ഇന്ന സമയത്തിനുള്ള അല്ലെങ്കിൽ ഈ മാസത്തിനുള്ളിൽ ഇത്രയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കണം, അതല്ലെങ്കിൽ ഈ വരുന്ന അല്ലെ സർവീസുകളാണെങ്കിൽ ഇത്രയും വ്യക്തികൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ, അങ്ങനെ സേവനം ലഭ്യമാക്കണം. അങ്ങനെയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ടാസ്കിനെ നമ്മൾ എന്താണ് ഓരോ ഡ്യൂട്ടികളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഓരോ വിഭാഗങ്ങൾക്ക് ഓരോ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെ, ഡിവിഷൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ് അവിടെ വരുന്നത്. ആ പ്രോസസ്സിൽ നടക്കുന്നത് വലിയ ടാസ്കിനെ ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ജോബായിട്ട് നിർണയിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് പ്രോസസ്സ്, നേതൃത്വ നിലയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുക. സെക്കൻഡ് വൺ തുല്യ നീതി ഉറപ്പാക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് വലിയ ടാസ്കിനെ ചെറിയ അല്ലെ ഓരോ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും വിഭജിച്ച് നൽകുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ്സ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഇൻവോൾവ് മാൻ പവർ പ്ലാനിങ്, ഡെവലപ്പിംഗ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, then assessment of applicants, employment decision, integration and orientation, transfer, promotions and demotions. അതായത് നമുക്കറിയാം ഇത് അവിടെയുള്ള തൊഴിലാളികളുമായി ബന്ധപ്പെട്ടത്. അതായത് ഇൻ കേസ് വേക്കൻസികൾ വരികയാണെങ്കിൽ അവിടെ വേക്കൻസികൾ വരും, അത് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അവിടെയുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ നിന്ന് ആപ്ലിക്കേഷൻ റിക്രൂട്ട് ചെയ്തെടുക്കണം അല്ലെ, ആപ്ലിക്കേഷൻസ് ക്ഷണിക്കണം, നേരിട്ട് പോയി ആപ്ലിക്കേഷൻസ് ഇൻഡിവിജ്വൽസിൽ നിന്ന് ക്ഷണിക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമാറ്റുകൾ അല്ലെ ന്യൂസ് പേപ്പറിനോടൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണോ. ദെൻ അസസ്മെന്റ് ആപ്ലിക്കൻസി, കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ വിലയിരുത്തണം. ഓക്കെ, നല്ലതാണോ അല്ലെ, എല്ലാവരും യോഗ്യരാണോ എന്നൊക്കെ വിലയിരുത്തണം. ദെൻ അതിനനുസരിച്ചിട്ട് എന്താണ് അവിടെ എംപ്ലോയ്മെന്റ് ഡിസിഷൻ എടുക്കണം അല്ലെ, ഏത് തൊഴിലാളികളെ ഏത് രീതിയിൽ നിയമിക്കണം, എവിടെ എങ്ങനെ അല്ലെ എത്ര പേഴ്സൺസിനെ നിയമിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ ഏത് രീതിയിൽ ഇന്റർവ്യൂ ഒക്കെ നടത്തി നിയമിക്കണമോ അങ്ങനെയൊക്കെയുള്ള കുറെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. എന്താണ് ഇൻഡ്യൂഷൻ ആൻഡ് ഓറിയന്റേഷൻ, അതായത് ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലെ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ എംപ്ലോയ്മെന്റ് ഡിസിഷൻ എടുത്ത് അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ അവർക്ക് പരിചിതമാവണമെന്നില്ല അല്ലെ. ചിലപ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമായിരിക്കും കൂടുതൽ പേർക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ആ ഒരു തൊഴിലിനോട് ഒരു പരിചിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ട്രെയിനിങ് പാക്കേജുകളൊക്കെ കൊടുക്കണം അല്ലെ. ഇൻഡ്യൂഷൻ ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കണം. ദെൻ ട്രാൻസ്ഫേഴ്സ്, നമുക്കറിയാം ചിലപ്പോഴെങ്കിലും ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റു ബ്രാഞ്ചുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ അല്ലെ, ഇവിടെ കൂടുതൽ വേക്കൻസികൾ വരുന്നു, അപ്പൊ നമ്മുടെ ഉള്ള തൊഴിലിടങ്ങളിൽ നിന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് നികത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ദെൻ പ്രൊമോഷൻ, നമുക്കറിയാം മേൽത്തട്ടിലൊക്കെ എന്തെങ്കിലും എന്താണ് അവധികൾ അല്ലെ, ഇൻ കേസ് ആരെങ്കിലൊക്കെ റിട്ടയർമെന്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ യോഗ്യരായവരുണ്ടോ, നല്ല എക്സ്പീരിയൻസും നോളജ് ആയിട്ടും കൈവശമുള്ളവരുണ്ടോ, അവരെയൊക്കെ പ്രൊമോഷൻ നടത്തിയിട്ട് ആ തട്ടിലുള്ള ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചാൽ മതിയോ, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആൻഡ് ഡിമോഷൻ, അതായത് പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം കൃത്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് എന്ന നിലയ്ക്ക് താഴത്തെ ഒന്നും കൂടി സാലറി കുറഞ്ഞ ഇടങ്ങളിലേക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെയുള്ള ഡിമോഷൻ കാര്യങ്ങൾ. അതായത് വർക്കേഴ്സിനെ നല്ല എഫക്റ്റീവ് ആയിട്ട് കാര്യക്ഷമമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആസൂത്രണ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട സ്റ്റാഫിംഗ് പ്രോസസ്സും ആരുടെ ഇതിലുണ്ട്, പേഴ്സണൽ മാനേജ്മെന്റിന്റെ, അതായത് HR മാനേജറിന്റെ അല്ലെ. ഇപ്പൊ നമുക്കറിയാം പുതിയ കൺസെപ്റ്റ് ആണ് HR മാനേജ്മെന്റ് അല്ലെ. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം HR മാനേജ്മെന്റ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ 2-3 പ്രോസസ്സ് കണ്ടു. എന്താണ് ലീഡർഷിപ്പ് അല്ലെ? HR മാനേജർ മുൻനിരയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കണം. then എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം. then എന്താണ് ടാസ്കുകളൊക്കെ വലിയ വലിയ വർക്കുകളൊക്കെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. then സ്റ്റാഫിംഗ് പ്രോസസ്സ്, അതായത് അവിടെ അപ്പോയിന്റ്മെന്റ് തുടങ്ങി അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ഇൻ കേസ് പ്രൊമോഷൻ ഡിമോഷനും എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ആരും ഉൾപ്പെടുന്നതാണ് നമ്മുടെ HR മാനേജ്മെന്റിൽ ഉണ്ടാവാതിരിക്കേണ്ട പ്രവർത്തനങ്ങൾ തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതൊന്നും നിങ്ങൾ ഒറ്റയടിക്കൊന്നും പഠിക്കേണ്ട. കൂടുതലായിട്ട് ഇവിടെ എന്താണ് റിക്രൂട്ട്മെന്റും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഇവിടെ താഴേക്ക് കുറെ ഉണ്ട്. റിക്രൂട്ട്മെന്റ് എന്താണ്, എങ്ങനെയൊക്കെയാണ് സെലക്ഷൻ കാര്യങ്ങള്, അതിനെ കുറിച്ചിട്ടൊക്കെ ധാരാളം പഠിക്കാനുണ്ട്. ഒറ്റ സെന്റൻസിലൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ചാപ്റ്ററിൽ ഉടനീളം ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. എന്താണ് പ്രൊമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ, ഓറിയന്റേഷൻ, ഇതെല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം HR മാനേജ്മെന്റിന്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളാണ്. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. അടുത്തത് എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. അതായത് നമ്മളുടെ പ്രകടനം അല്ലെ, ഓരോ എംപ്ലോയിയും അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ നടപടിക്രമങ്ങളാണ്. related with the constant evaluation of the employer's work so that when necessary promotion, pay raises, transfers, training etc. may be given. അതായത് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം അവരുടെ പ്രകടനത്തിൽ ചില പോരായ്മകൾ കാണാം. ചിലപ്പോൾ നല്ല കഴിവുറ്റവരായിട്ടുണ്ടാവും. നല്ല കഴിവൊക്കെ അല്ലെ, കുറെ എക്സ്പീരിയൻസും നോളജൊക്കെ സമ്പാദിച്ച ഒരു സ്പീഡിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവാം. then എന്താണ് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കേണ്ടവരുണ്ടാവും. അങ്ങനെ പലതരത്തിൽ അവരെ വിലയിരുത്താം. ചിലർക്ക് മാത്രം ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഇങ്ങനെ വിലയിരുത്തുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെ. സോ ദാറ്റ് വെൻ നെസസറി പ്രൊമോഷൻ, ഓക്കെ ഇന്ന പേഴ്സൺസ് ഏബിൾ ആണ്, അപ്പൊ വേണമെങ്കിൽ ഇവരെ പ്രൊമോട്ട് ചെയ്യാം. പേ റൈസസ്, അവർക്ക് വേണമെങ്കിൽ സാലറി ഒക്കെ കൂട്ടി കൊടുക്കാം. വേണമെങ്കിൽ അടുത്ത ബ്രാഞ്ചിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അവിടെ എന്തെങ്കിലും ഡ്രോബാക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെ ചിലർക്കാണെങ്കിൽ ട്രെയിനിങ് വേണ്ടി വരും അല്ലെ. ചില കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ട്രെയിനിങ് ആവശ്യമായിട്ടുണ്ടാവും. അതെല്ലാം എന്താണ് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ. ഓരോ തൊഴിലാളികളുടെയും പ്രകടനം നല്ല രീതിയിൽ വിലയിരുത്തുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സും എന്താണ് HR മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന പ്രോസസ്സാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒരു വർക്കർ പ്രൊമോഷൻ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ എങ്ങനെ വിലയിരുത്താം? എല്ലാവരും വിളിച്ചുകൊണ്ട് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുമോ? അപ്പൊ വന്ന അല്ലെ പെർഫോമൻസ് നോക്കും അല്ലെ, എക്സ്പീരിയൻസ് നോക്കും അല്ലെ, അവരെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ നോക്കും അല്ലെ. ആ ടൈമൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുള്ളൂ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിലയിരുത്തുന്ന കാര്യങ്ങൾ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നതാണ് ഈ വിലയിരുത്തൽ പ്രോസസ്സുകളെല്ലാം. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ഒക്കെ നടപടിക്രമം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്താണ് പ്രൊമോഷൻ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സ്. നമ്മൾ ഈ പറഞ്ഞ ട്രെയിനിങ് അല്ലെ, ഇപ്പൊ ട്രെയിനിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ നിർവഹിച്ചാൽ മാത്രം പോരാ. അപ്പൊ ഏത് തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണം? ഫ്രഷേഴ്സിന് ട്രെയിനിങ് കൊടുക്കണോ, അല്ലെങ്കിൽ പ്രൊമോഷൻ നടത്തിയ വ്യക്തികൾക്ക് ചിലപ്പോഴാണെങ്കിൽ നമുക്കറിയാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി ഒക്കെയാണ്, അതിൽ ഏബിൾ ആണ്, അതിൽ കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ അവർക്ക് പുതിയൊരു ഡ്യൂട്ടി കൊടുത്താൽ ചിലപ്പോഴാണെങ്കിൽ അവർക്ക് ആദ്യം തന്നെ ആ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് ചിലപ്പോഴാണെങ്കിൽ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരില്ലേ? കാരണം അവർക്ക് വേറൊരു ഡ്യൂട്ടിയിലേക്കാണ് പോസ്റ്റ് കിട്ടിയിരിക്കുന്നത് അല്ലെ. കുറച്ചും കൂടി ഹയർ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ട്രെയിനിങ് വേണ്ടി വരും. അത് മാത്രമല്ല നമുക്കറിയാം ഒരു ഫ്രഷേഴ്സ് ആണെങ്കിൽ അവർ ജസ്റ്റ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് എന്താണ് ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് പ്രോസസ്സിൽ പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ബ്ലെൻഡ് ഓഫ് മെനി blend of many sub processes which intended to correct the quality of work of the individual. ഒരു ഇൻഡിവിജ്വലിന്റെ വർക്ക് അത് ഗുണനിലവാരം വർദ്ധിപ്പിക്കാനായിട്ട് അതിനോടൊപ്പം തന്നെ പല പ്രോസസ്സുകളുണ്ട് അല്ലെ. ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോസസ്സുകളെല്ലാം ഇൻവോൾവഡ് ആണ്. അതായത് ഒരു കഴിവ് അവർക്ക് ആക്ച്വലി നല്ല അറിവുണ്ടാവായിരിക്കും,
പക്ഷെ സ്പീഡിൽ ചെയ്യാനായിട്ടുള്ള അവർക്ക് കഴിവുണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോഴാണ് അവർ ആ കഴിവ് നേടിയെടുക്കുന്നത്. മാത്രമല്ല ചിലപ്പോൾ ആണെങ്കിൽ കുറച്ചും കൂടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവരുടെ സ്കില്ല് അല്ലെ, അവരുടെ കഴിവ്, അതോടൊപ്പം തന്നെ അവരുടെ അറിവും വർദ്ധിക്കും. ഓക്കെ, പ്രാക്ടിക്കലി കൂടി കാണുമ്പോഴാണ്, ചെയ്തു വരുമ്പോഴാണ് അവരുടെ കഴിവും അറിവും അവര് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അത് തന്നെയാണ് അവിടെ പറയുന്നത്, blend of many sub processes which intend to correct the quality of work of the individual. ഇൻഡിവിജ്വലിന്റെ വർക്കിന്റെ ക്വാളിറ്റി അല്ലെ, അത് കറക്റ്റ് ചെയ്യുന്നത് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരി അല്ലെ പ്രോസസ്, ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്സ്. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്സ് എന്താണ്? നമ്മളിപ്പോ ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഡ്യൂട്ടി നമ്മൾ ചെയ്യും, പക്ഷെ ഇച്ചിരി കൂടി നല്ല താല്പര്യത്തോടു കൂടി ചെയ്യുമ്പോഴെന്താ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവോ? ഏൽപ്പിച്ച ഡ്യൂട്ടി എങ്ങനെയെങ്കിലും ചെയ്യുന്നു ഇച്ചിരി കൂടി താല്പര്യത്തോടു കൂടി ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവോ? ഉണ്ടാവോ? വ്യത്യാസം ഉണ്ടാവോ? നമ്മൾ ഇതിരി കൂടി ആത്മാർത്ഥതയോടെ താല്പര്യത്തോടുകൂടി ചെയ്യുമ്പോൾ എന്താണ് നല്ല ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ട്രെസ് ഒന്നും ഇല്ലാതെ അപ്പൊ നല്ല മാക്സിമം ഓക്കെ നല്ല മാക്സിമം അഫോർട്ടോട് കൂടിയിട്ട് അല്ലെ എല്ലാം മാക്സിമം ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. കാരണം അവിടെ സ്ട്രെസ് ഒന്നല്ല, നല്ല ഇൻട്രസ്റ്റ് ആണ് അല്ലെ, ഡ്യൂട്ടി ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ എന്താണ് അവരുടെ റിസൾട്ടുകളും എന്തായിരിക്കും അത്രയ്ക്കും നല്ലതായിരിക്കും. അങ്ങനെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കണം അല്ലെ, റിവാർഡുകളോ എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കണം. ഇൻകേസ് മോണിറ്ററി ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കാം, അതായത് പണപരമായിട്ട് തന്നെ സാലറി ഒക്കെ കൂട്ടി കൊടുക്കാം. അതല്ലെങ്കിൽ മോണിറ്ററി അല്ലാത്ത തരത്തിൽ അല്ലെ, അവർക്ക് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാം, മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യാന്നൊക്കെയുള്ള ഒരു പെർമിഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ എന്താണ് ഒരു അസിസ്റ്റന്റിനെ ഒക്കെ നിയമിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് അവർക്ക് ഇച്ചിരി കൂടി അല്ലെ ഓക്കെ എന്നെ പരിഗണിക്കുന്നുണ്ട് അല്ലെ, ഓരോ എംപ്ലോയിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തുന്നു. അവര് മാക്സിമം അവരുടെ വർക്ക് ചെയ്യാനുള്ള താല്പര്യം പ്രകടമാക്കുന്നു, റിസൾട്ട് നല്ല രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇപ്പൊ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്, അത്തരത്തിലുള്ള പ്രോസസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? HR മാനേജ്മെന്റിലാണ്. ഓക്കെ, ഡിറ്റർമിൻ ദ മെക്കാനിസം ആൻഡ് ഫോം ഓഫ് ഗിവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നത്, അതായത് ഫിനാൻഷ്യലും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമ്പത്തികപരമല്ലാത്ത ഓക്കെ അവർക്ക് വീണ്ടും വീണ്ടും നന്നായി ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അവിടെ വീണ്ടും വീണ്ടും സ്ഥാപനത്തിൽ പോകാനായിട്ട് താല്പര്യം ഉണ്ടാവും, ആബ്സെന്റീസും ഒന്നും ഉണ്ടാവില്ല അല്ലെ, ഒരുപാട് ഒഴിവെടുക്കാനൊന്നും അവരെ പ്രവണത കാണിക്കില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവര് തയ്യാറാവും. അപ്പൊ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് ഇത്തരത്തിലുള്ള പ്രോസസ്സും HR മാനേജ്മെന്റിലാണ് നടപ്പാക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സ്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്? ഏതൊരു സ്ഥാപനത്തിലും വർക്കുകൾ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു അല്ലെ, അവിടെ വർക്കേഴ്സ് ഒക്കെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അല്ലെ. പ്രോസസ് ദാറ്റ് ഡിസൈഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ എംപ്ലോയർ റിഗാർഡിംഗ് വേജസ്, ബെനഫിറ്റ്സ്, അവേഴ്സ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് എക്സെട്ര. ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ മതിയായ വർക്കിംഗ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, കുറെ അവേഴ്സ് അവരെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. ചിലപ്പോ എന്താണ് അവര് പറഞ്ഞത്ര ബെനിഫിറ്റുകൾ ഒന്നും പാക്കേജുകളൊന്നും കൊടുക്കുന്നുണ്ടാവില്ല, പറഞ്ഞത്ര സാലറി കൊടുക്കുന്നുണ്ടാവില്ല. ഇൻ കേസ് ഓവർ ടൈം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ സാലറി ചിലപ്പോൾ കൂട്ടി കൊടുക്കുക എന്നുള്ള ഓഫർ ഉണ്ടാവും, ചിലപ്പോൾ അതൊന്നും കൊടുത്തെന്ന് വരില്ല. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ എന്താണ് വിലപേശൽ വരാം അല്ലെ, ബാർഗെയിനിങ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിൽ എന്താ നടക്കുന്നത്? പ്രോസസ് ദാറ്റ് ഡിസൈഡ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ എംപ്ലോയർ അല്ലെ. അവിടെ തൊഴിലുടമയിൽ നിന്നും അവർക്ക് അർഹിക്കപ്പെടുന്നത്, ഇൻ കേസ് അതിന്റെ യൂണിയനൊക്കെ ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വിലപേശൽ നടക്കണമെങ്കിൽ അതിന്റെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡ്യൂട്ടി കൂടി, ഒരു പ്രോസസ്സ് കൂടി ആർക്കുണ്ടാവും? ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനുണ്ട്. ഓക്കെ, അപ്പൊ ആ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര് അവരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ, അതായത് ഇങ്ങനെ വിലപേശി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എംപ്ലോയറിനെ അറിയിച്ച് അത് മധ്യസ്ഥ നിന്ന് തന്നെ നിർവഹിച്ചു കൊടുക്കണം. ഇൻ കേസ് അത് യൂണിയൻ ആയിട്ടാണ് മുന്നിട്ട് വന്നെങ്കിൽ യൂണിയനുകളുടെ ആവശ്യങ്ങള് കണ്ടറിഞ്ഞ് മാനേജ്മെന്റിന് ബോധ്യപ്പെടുത്തി അത് സാക്ഷാത്കരിച്ചു കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? നമ്മുടെ HR മാനേജ്മെന്റിനുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? 6ഉം 7ഉം നോക്കട്ടെ.
Okay, training and development process. എന്താണ് ട്രെയിനിങ് ഓഫ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്? അതായത് ഫ്രഷേഴ്സ് ആണെങ്കിലും പ്രൊമോഷൻ കിട്ടുന്ന വ്യക്തികൾ എംപ്ലോയീസ് ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ചെറിയൊരു ട്രെയിനിങ്, അതായത് ഒരു 3 മാസത്തെ ട്രെയിനിങ് ഒക്കെ ചിലപ്പോൾ ഫ്രഷേഴ്സിന് കൊടുക്കാം അല്ലെ. അതല്ലെങ്കിൽ ഇൻ കേസ് എന്താണ് പ്രൊമോഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 days ട്രെയിനിങ് ഒക്കെ ആയിരിക്കും. പക്ഷെ അത്യാവശ്യം അവർക്ക് അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുതിയൊരു ഡ്യൂട്ടിയും കൂടി അവർക്ക് കിട്ടുമ്പോൾ അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ചിലപ്പോൾ അവർക്കൊരു ചെറിയ പരിശീലനം ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ആ പരിശീലനത്തോട് കൂടിയിട്ട് അവർക്ക് ഡെവലപ്മെന്റ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ? അവരുടെ അറിവും കഴിവും വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതാണ് അവിടെ പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ബ്ലെൻഡ് ഓഫ് മെനി സബ് പ്രോസസ് which intend to correct the quality of the work of the individual. ഇൻഡിവിജ്വലിന്റെ ക്വാളിറ്റി ഗുണനിലവാരം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ ചില പ്രോസസ്സും കൂടി അതിനോട് കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ട്രെയിനിങ്ങും പാക്കേജുകൾ, ഡെവലപ്മെന്റ് പാക്കേജുകളൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, എന്താണ് നെക്സ്റ്റ് പോയിന്റ്? കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. ഇത് അത് തന്നെയാണ് അവിടെയുള്ള വർക്കേഴ്സിന് അല്ലെ താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ. അതെന്താണ്? ഡിറ്റർമിൻ ദ മെക്കാനിസം ആൻഡ് ഫോം ഫോർ ഗിവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. അതായത് എന്താണ് പണമല്ലാതെ അല്ലെങ്കിൽ പണത്തോട് ചേർന്ന് അല്ലെ, നമുക്കറിയാം സാലറി ഒക്കെ കൂട്ടിക്കൊടുത്ത് അല്ലെ, ആ രീതിയിൽ നമുക്ക് എന്താണ് ഡിറ്റർമിൻ ദ മെക്കാനിസം, അവിടെ ഒരു മെക്കാനിസം, അത് എന്തിനു വേണ്ടിയിട്ടുള്ള മെക്കാനിസം ആണ്? കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്സ് എടുക്കാനുള്ള ഒരു മെക്കാനിസം. ഇൻ കേസ് നമുക്കറിയാം അവിടെയുള്ള തൊഴിലാളികളെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ അബ്സെന്റുകളൊക്കെ ഒഴിവാക്കി അവിടെ താല്പര്യത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യണമെന്ന് പറയുന്നത്? അവര് താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്താൽ എന്താണ് അവർക്ക് നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അവിടെ ഉദ്ദേശിച്ച ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് തൊഴിലാളികളെ കൊണ്ട് സന്നദ്ധരാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ നടത്തുന്നത് ആരാണ്? HR മാനേജ്മെന്റ് ആണ്. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. ഡിറ്റർമിൻ ദ മെക്കാനിസം ആൻഡ് ഫോം. നിങ്ങൾ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് വിവരിച്ച് പറയാൻ കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് പണപരമല്ലാത്ത രീതിയിലുമുള്ള റിവാർഡുകൾ നിർവഹിച്ചു തരുന്ന പ്രോസസ്സും എന്താണ് മാനേജ്മെന്റിന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ ക്ലാരിഫൈ ചെയ്യുന്നത് അല്ലേ. അത് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ്. അപ്പൊ അവിടെയുള്ള വർക്കേഴ്സ് ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് താല്പര്യത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പൻസേഷൻ റിവാർഡ് പ്രോസസ് ഒക്കെ നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആരെയാണ്? HR മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നടപ്പാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, അപ്പൊ ഏതെങ്കിലും പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് മൈൻഡിലേക്ക് വെക്കാം. വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് വെക്കാം. ലീഡർഷിപ്പ് പ്രോസസ് ഉണ്ട്, സ്റ്റാഫിംഗ് പ്രോസസ് ഉണ്ട്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ഉണ്ട്, ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രോസസ്. അതായത് HR മാനേജ്മെന്റിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രോസസ്സ് മൈൻഡിലേക്ക് വെക്കാം. ഇത് ഏത് പ്രോസസ്സാണെന്നും വെച്ചുകൊണ്ടുള്ള ചോദ്യം കാണാറില്ല. പൊതുവെ വ്യത്യസ്ത തരത്തിലുള്ള ടൈപ്സ് ഓഫ് പ്രോസസ് എന്നോ അല്ലെങ്കിൽ അല്ലെ പ്രോസസ്സിൽ ഉൾപ്പെടാവുന്നത് ഏതൊക്കെയാന്നുള്ളത് ഇൻക്ലൂഡഡ് പ്രോസസ് HR മാനേജ്മെന്റ് അല്ലെ അണ്ടർ HR മാനേജ്മെന്റ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന മിക്കവാറും ഓൾ ഓഫ് ദി അബോവ് ഒക്കെ ആയിട്ടുള്ള ആൻസറാണ് കണ്ടുവരാറ്. നിങ്ങളുടെ മൈൻഡിലേക്ക് വെക്കുക. പക്ഷെ ഈ നോട്ട് ഇൻക്ലൂഡഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അല്ലെ ഒറ്റയാനെ കണ്ടുപിടിക്കുക, ഓട് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാലും മനസ്സിലാക്കി വെക്കാം. ഇതെല്ലാം എന്താണ് മാനേജ്മെന്റിന്റെ പ്രോസസ് ആണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രോസസ് ആണ്. ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്,
the performance appraisal process, training and development process, compensation and reward process. All of them are meaning as like a chain in okay. And the HR management in that all within the process on the like you can study. Okay, no. Okay, no. Okay. Collective bargaining process choose to conduct that process that decide the relationship between the union and the employer regarding wages, benefits, hours, and working conditions. About the process on the bargaining collective bargaining process here with this the process option like collective bargaining process wages and benefits hours and they combines okay. There are okay. Next personal policy. Okay, a personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. അതായത് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ റിസൾട്ട് അല്ലെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് അല്ലെ നേരത്തെ കൂട്ടി തയ്യാറാക്കുന്ന പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗൈഡാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. Personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ റിസൾട്ട് നേടിയെടുക്കാൻ സ്ഥാപനത്തിന്റെ റിസൾട്ടൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു മാനദണ്ഡം അത് നേരത്തെ കൂട്ടി തയ്യാറാക്കി എടുക്കുന്ന ഒരു മാനദണ്ഡമാണ്. ആ മാനദണ്ഡത്തിനെയാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ പോളിസി എന്ന് വിശേഷിപ്പിക്കുന്നത്. Personal policies are the rules that control how to deal with the human resources or personal related situations. ഒരു പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള സിറ്റുവേഷനുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമന്റെ റിസോഴ്സസ് അല്ലെ ആ വിഭവശേഷി അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുക അല്ലെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നയങ്ങളാണ് ഇതിൽ പറയുന്നത് പേഴ്സണൽ പോളിസിയിൽ പറയുന്ന നിയമങ്ങൾ. പേഴ്സണൽ പോളിസി എന്ന് പറയുന്ന ഒരു നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ പേഴ്സണുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പേഴ്സൺ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രധാനമായിട്ടും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക അത് ഡീൽ ചെയ്യുക അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങളാണ് പേഴ്സണൽ പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പേഴ്സണൽ പോളിസി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗൈഡാണ് നമ്മുടെ മുമ്പിൽ തരുന്നത്. അതായത് കുറച്ച് നിയമങ്ങൾ റൂൾസ് ആണ് നമ്മുടെ മുന്നിൽ തരുന്നത്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് റിലേറ്റീവ് ആയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പേഴ്സണൽ റിലേറ്റീവ് സിറ്റുവേഷൻ ഒരു സിറ്റുവേഷനിൽ പേഴ്സണെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു കുറച്ച് അഡ്വാൻറ്റേജസ് കൂടി മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ് ആർ അച്ചീവ്ഡ് ബൈ സെറ്റിംഗ് അപ്പ് പേഴ്സണൽ പോളിസീസ്. പേഴ്സണൽ പോളിസി ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഗുണങ്ങളുണ്ട്. They help managers and at different levels of a decision making to take decision without consulting their superiors. ഇങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാനേജേഴ്സിനെ എന്താണ് മേൽത്തട്ടിലുള്ള അല്ലെ സുപ്പീരിയർ മേലധികാരികളോടൊന്നും ചോദിക്കാതെ തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റോ ചില ട്രെയിനിങ് കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരുമ്പോൾ എപ്പോഴും മേലധികാരികളോട് ചോദിക്കാതെ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. കാരണം അവർ നേരത്തെ കൂട്ടി പേഴ്സണൽ പോളിസി നിയമങ്ങളിലെ റൂൾസിലൊക്കെ ഇങ്ങനെയുണ്ട് അല്ലെ ഒരു ഫ്രഷേഴ്സ് വരുമ്പോൾ 3 months എന്താണ് അവർക്ക് ട്രെയിനിങ് പാക്കേജസ് കൊടുക്കണം. ഇൻ കേസ് അങ്ങനെ വേക്കൻസികൾ വരികയാണെങ്കിൽ ഈ വേക്കൻസികൾ നിർത്തേണ്ടത് ഇന്ന റിക്രൂട്ട്മെന്റ് ഈ രീതിയിലൂടെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് നിയമാവലികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പേഴ്സണൽ മാനേജറിന് സീനിയേഴ്സിനോടൊന്നും സുപ്പീരിയേഴ്സിനോടൊന്നും ചോദിക്കാതെ തന്നെ ആ ഒരു റൂൾസ് അനുസരിച്ചിട്ട് തന്നെ നിയമങ്ങൾ അനുസരിച്ചിട്ട് നിയമാവലി അനുസരിച്ചിട്ട് തന്നെ അവർക്ക് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. They ensure long-term welfare of employees and make for a good employer-employee relationship as favoritism and discrimination are lessened.
അതായത് നിയമാനുസൃതമാണ് ഇങ്ങനെ നടപ്പാക്കി പോകുന്നതെങ്കിൽ എന്താണ് ഒരാളോടും എന്താണ് ഒരു പ്രത്യേക അടുപ്പമോ മമതയോ ഒന്നും കാണിച്ച് അവിടെ ഒരു വേർതിരിവിന്റെ ആവശ്യകത വരുന്നില്ല അല്ലെ. എല്ലാവരും ഒരുപോലെ ക്ഷേമത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം അവിടെ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു നിയമാവലി ഉണ്ട് അല്ലെ. ആ നിയമാവലി ഉണ്ടെങ്കിൽ മേലധികാരികളോട് ചോദിക്കാതെ തന്നെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ആരുടെ പ്രത്യേകിച്ചുള്ള ഒരു ഡിസ്ക്രിമിനേഷന്റെ ഒരു അല്ലെ വേർതിരിവിന്റെ ഒരു ആവശ്യകത വരുന്നില്ല. കാരണം നിയമം എന്താണോ പറയുന്നത് ആ നിയമം ഫോളോ ചെയ്യാൻ. ഒരു സ്ഥാപനത്തിന് കുറച്ച് നിയമങ്ങൾ അജണ്ടകളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അത് ഫോളോ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അല്ലേ. അങ്ങനെ ഉണ്ടാവില്ലേ? ഇന്ന സമയത്ത് വേണം, ഇന്ന സമയത്താണ് പോകേണ്ടത്, ഓക്കെ, ഇന്ന സമയത്ത് ലീവ് ഉണ്ടെങ്കിൽ ലീവ് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, സാലറി ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു വേർതിരിവില്ല അല്ലെ. എല്ലാവരും അത് ഓൾമോസ്റ്റ് അത് കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. ഒരു ഫേവറിറ്റിസത്തിന്റെയോ ഒരു വേർതിരിവിന്റെയോ ഒരു ആവശ്യകത അവിടെ വരുന്നില്ല. അപ്പൊ ക്ലിയർ ആയോ എന്താണ് പേഴ്സണൽ പോളിസി എന്നുള്ളത്? ഒക്കെയാണ്. ഓക്കെ, പേഴ്സണൽ പോളിസിയൊക്കെ അതേമാതിരി തന്നെ ഡെഫിനേഷൻ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. Dash is a pre-planned course of action that establish a guide to work towards acceptable outcomes and objectives. അങ്ങനെ തന്നെ ചോദിച്ചു കാണാറുണ്ട്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ സാധിക്കും. പേഴ്സണൽ പോളിസിയാണ് അല്ലെ അത് പ്രത്യേക രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവാം. അതിന്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോവാം. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോവുകയാണെങ്കിൽ, ലക്ഷ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ പോളിസി എന്താണെന്നുള്ള രീതി മനസ്സിലായി അല്ലെ. ഒരു സ്ഥാപനം അതിന് നേരത്തെ കൂട്ടി കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമാവലി നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം പാലിക്കേണ്ടതാണ്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷനോ ഒരു ഫേവറിറ്റിസോ അതായത് ആരോടും വ്യക്തിപരമായിട്ടുള്ള അടുപ്പമോ അല്ലെങ്കിൽ വേർതിരിവോ കാണിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അത് തന്നെ പ്രധാനമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എളുപ്പമാണ്. എന്താണ് പ്രധാനമായിട്ട്? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ. അവിടെ തൊഴിൽ സുരക്ഷ ലഭ്യമാകുന്നുണ്ട്. അതായത് എംപ്ലോയീസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂലി കിട്ടും എന്നുള്ള ഒരു ഇതെങ്കിലും ഉണ്ട് അല്ലെ. ഇത്രയും ദിവസം വർക്ക് ചെയ്താൽ കൂലി കിട്ടും, ഇത്രയും രൂപ കൂലി കിട്ടും എന്നുള്ള ഒരു കൃത്യമായിട്ട് തന്നെ ഒരു എവിഡൻസ് ഉണ്ട് അല്ലെ. ഒരു നിയമമുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു സെക്യൂരിറ്റി ടു ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ. ആ തൊഴിലിന്റെ സുരക്ഷയാണ് അതിൽ നിന്ന് ലഭ്യമാകുന്നത്. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്. ഫെയർ വേജസ് ആണോ? ഒന്ന് കറക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, അതായത് മതിയായ വേതനം എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട്. ദെൻ സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് വെച്ചാൽ നല്ല ഒരു വ്യവസായ ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നു. കാരണം ആർക്കും ഒരു വേർതിരിവൊന്നും കാണിക്കുന്നില്ല അല്ലെ. അപ്പൊ നല്ലൊരു വ്യവസായ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ തൊഴിലാളിയും തൊഴിലുടമയൊക്കെ തമ്മിൽ നല്ലൊരു വ്യവസായ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു. ട്രെയിനിങ് ഓഫ് വെരി വൺ അല്ലെ. എല്ലാവർക്കും തന്നെ ഒരേപോലെ ട്രെയിനിങ് ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ ഒരുപോലെ കിട്ടും. ഫ്രഷേഴ്സിനൊക്കെ ട്രെയിനിങ് വേണം എന്നൊക്കെ ഉള്ളത് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഒരാൾക്കും വേർതിരിവില്ലാതെ തന്നെ എല്ലാവർക്കും ലഭ്യമാകുന്നു. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് അവിടുത്തെ മനുഷ്യ വിഭവശേഷി നല്ല രീതിയിൽ അല്ലെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം തന്നെ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. then എന്താണ് റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, അതായത് എല്ലാവർക്കും അന്തസ് അല്ലെ. ആരെയും പരസ്പരം കുറ്റം വിധിക്കാനോ പഴിച്ചാരാനോ നിങ്ങൾക്ക് സാലറി കുട്ടിയെന്നോ അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ പരസ്പരം എന്താണ് തല്ലി പിടിക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരുന്നില്ല. എല്ലാവരെയും എന്താണ് ബഹുമാനാർത്ഥം തന്നെ അല്ലെ അവിടെ സഹപ്രവർത്തകരോടൊക്കെ ബഹുമാനം കാണിച്ച് തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, മാനുഷിക അന്തസ്സിന് മാന്യത ലഭ്യമാകുന്നു. ഓക്കെ, ഓരോരുത്തർക്കും നിയമവ്യവസ്ഥയുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും പരിഗണനയുണ്ട്. അതിപ്പോ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിലും അവരുടെ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരുടെ സാലറിയും കാര്യങ്ങളുണ്ടാവും. ഡോക്ടറുടെ പൊസിഷനിലുള്ളവരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ എല്ലാവർക്കും തുല്യ ഒരു നീതി ഉറപ്പാക്കി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് പേയ്മെന്റ് ഫെയർ വേജസ് ആണ്. അത് ക്ലിയർ ചെയ്തോ? ഫെയർ വേജസ്, മതിയായ വേജ് പേയ്മെന്റ്, അതായത് മതിയായ കൂലി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ അന്തസ് അല്ലെ. റെസ്പെക്ട് തന്നെ ബഹുമാനം, മനുഷിക അന്തസ്സിനെ മാനിക്കാനായിട്ട് സാധിക്കുന്നു.
അതായത് നമ്മൾ പറഞ്ഞു എല്ലാ തൊഴിലിന്റെ ഡീറ്റെയിൽസുകൾ അല്ലെ, ഓരോരുത്തർക്കിടെ നിയമനവും അവരുടെ കൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ്, അവർക്ക് തല്ലുപിടിക്കേണ്ടെന്ന് ഒരു ഇടം വരുന്നില്ല അല്ലെ. എല്ലാവർക്കും അവരുടെ തൊഴിലനുസരിച്ചിട്ടുള്ള ഒരു അന്തസ്സിനനുസരിച്ചിട്ടുള്ള കൂലി കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ടുണ്ട്. അപ്പൊ പരസ്പരം ആരെയും നിഷേധിക്കുകയോ നിങ്ങൾക്ക് വൈകി വന്നാൽ കൂലിയുണ്ട്, നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ ഒരു തർക്കങ്ങൾ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അവനവരുടേതായിട്ടുള്ള അന്തസ്സായിട്ടുള്ള ജോലിയും അത് അനുസരിച്ചിട്ടുള്ള കൂലിയും വാഗ്ദാനം ചെയ്യുന്ന നിയമാവലി ഉള്ളത് കൊണ്ട് അവിടെ തർക്കങ്ങൾ അല്ലെ, റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആ ഒരു കാര്യം അവിടെ ഒഴിവാകുന്നു. എല്ലാവരെയും പരസ്പരം അല്ലെ ഒരു തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, മാനുഷിക അന്തസ്സിനെ പാലിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ്, തത്വങ്ങൾ നോക്കാം അല്ലെ. ഈ ഒരു ഇത് എടുത്ത് നോക്കിയപ്പോ സാർ പോളിസി എന്താന്നുള്ളത് നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാം. കുറച്ച് നിയമാവലികളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തത്വങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രെയിൻ എവരിവൺ ഫോർ ദ ജോബ് ടു ബി ഡൺ അല്ലെ, എല്ലാവരെയും ചെയ്യേണ്ട ജോലി എല്ലാവരെയും പരിശീലിപ്പിക്കുക അല്ലെ. നമുക്കറിയാം അവിടെ ട്രെയിനിങ് ഒക്കെ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു രീതി എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നല്ല തത്വാധിഷ്ഠിതമായിട്ട് എല്ലാവർക്കും ട്രെയിനിങ് കിട്ടുന്നു അല്ലെ. അപ്പൊ ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Then put the right man in the right place. അവിടെ ഈ മാനദണ്ഡങ്ങൾ ഇങ്ങനെ ഒരു പോളിസിയൊക്കെ നമ്മള് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്ലേസിൽ അല്ലെ ഓരോ കറക്റ്റ് ആയിട്ടുള്ള ജോലി സാധ്യതയുള്ള പ്ലേസിൽ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഒഴിവുണ്ട്, നഴ്സുമാരുടെ ഒഴിവുണ്ട്, ടെക്നീഷ്യന്റെ ഒഴിവുണ്ട് അല്ലെ, ഫാർമസിസ്റ്റുകളുടെ ഒഴിവുണ്ട്, ഒരുപാട് പേരുടെ ഒഴിവുകളുണ്ട് അല്ലെ. ഓരോ ഒഴിവിനും വിടവിനും അല്ലെ ഓരോ വേക്കൻസിയും നികത്താൻ അനുയോജ്യമായ തന്നെ പേഴ്സണെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. Put the right man in the right place. Then supply the right tool and the right conditions of work. അതായത് നമ്മളിപ്പോ നിയമാവലികൾ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതും ശ്രദ്ധിക്കണം അല്ലെ. ഓരോ മനുഷ്യനും അനുയോജ്യമായിട്ടുള്ള വർക്ക് അല്ലെ കണ്ടീഷൻ, അതിനനുസരിച്ചിട്ടുള്ള റൈറ്റ് കണ്ടീഷൻ ഓഫ് വർക്ക് അല്ലെ, അവര് ആ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ടൂൾസുകൾ അവർക്ക് കൊടുക്കണം അല്ലെ. ഒരു സ്റ്റാഫിന്, ഒരു ക്ലീനിങ് സ്റ്റാഫിന് അനുയോജ്യമായിട്ടുള്ള ടൂൾസുകളൊക്കെ അവിടെ ഓഫർ ചെയ്തിട്ടുണ്ടാവണം അല്ലെ. അതാൽ മാത്രമാണ് അവർ ചെയ്യുന്നത്. ഡോക്ടേഴ്സിന്റേതായിട്ടുള്ള ടൂൾസും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ, ഓരോ ഡിവൈസുകൾ. അപ്പൊ നമ്മൾ മാനദണ്ഡങ്ങൾ ഇറക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ടൈം ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വേജ് ക്ലാരിഫിക്കേഷൻ ഒക്കെ നടത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അതും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വിതരണം ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താണ്, മേക്ക് ദ ഓർഗനൈസേഷൻ എ കോർഡിനേറ്റ് ടീം ത്രൂ എ പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഡിവിഷൻസ്. നമുക്കറിയാം അവിടെ വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളും ഡിവിഷൻസുകളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ എന്താണ് ഒരുപാട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഡ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്കൊക്കെ ഉണ്ട്. കാരണം ഒന്നിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. മേക്ക് ദ ഓർഗനൈസേഷൻ എ കോർഡിനേറ്റ് ടീം. അത് ആ ടീമിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടീം അവിടെ രൂപീകരിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻസ്. ഈ ഡിവിഷൻസുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എല്ലാത്തിനെയും ഏകോപിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കോർഡിനേറ്റ് ടീമും ഈ ഒരു മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തി രൂപീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, മേക്ക് ദ ഓർഗനൈസേഷൻ എ കോർഡിനേറ്റ് ടീം ത്രൂ എ പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻസ്. Then എന്താണ്, പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് ഓപ്പർച്യൂണിറ്റി ഇൻസെന്റീവ് റെക്കഗ്നിഷൻ. മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റു കാര്യം എന്ന് എല്ലാവരെയും അംഗീകരിക്കുന്നുണ്ട് അല്ലെ. റെക്കഗ്നീഷൻ കൊടുക്കണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസെന്റീവ്സ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പോളിസികളിൽ ഉണ്ടായിരിക്കണം. എന്താണ്, പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ അവരുടെ അവിടെയുള്ള തൊഴിലാളികളിലേക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. നമുക്കറിയാം ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ അവർക്ക് അതിനു വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള നയങ്ങളെല്ലാം രൂപീകരിക്കേണ്ടതുണ്ട്. Then look ahead, plan ahead for more and better things. എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും അല്ലെ എല്ലാവരെയും മുന്നോട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ ആയിരിക്കണം തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അല്ലെ. അപ്പൊ പോളിസികളിലൊക്കെ എപ്പോഴും ലുക്ക് ahead, പ്ലാൻ ahead for more and better things.
നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ മുന്നോട്ട് നയിക്കുക എന്നുള്ള പ്രിൻസിപ്പിൾ അധിഷ്ഠിതമായിരിക്കണം ഈ തരത്തിലുള്ള പോളിസി മാനദണ്ഡങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മൾ പോളിസി എന്താണെന്ന് മനസ്സിലാക്കാം, പോളിസിയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാം, എന്താണ് പ്രിൻസിപ്പിൾ. ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പോളിസികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ, മുന്നോട്ട് അല്ലെ രൂപീകരിച്ച് കൊണ്ടുവരാനുണ്ട്. ഓക്കെ, 6th പോയിന്റ്, ലുക്ക് ഹെഡ്, പ്ലാനിങ് ഹെഡ് ഫോർ മോർ ആൻഡ് ബെറ്റർ തിങ്സ്. അതായത് നല്ല കാര്യങ്ങൾ അല്ലെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കണം ഈ തത്വങ്ങളൊക്കെ രൂപീകരിച്ചു കൊണ്ടുപോകാം അല്ലെ. നമ്മളിപ്പോ ഒരു പോളിസികൾ നയങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ പ്രധാനമായിട്ടും നല്ല ലെവലിലേക്ക് എത്തിപ്പെടുന്ന രീതിയിൽ അല്ലെ, ഒരു പ്രധാന വെല്ലുവിളി വരുന്നുണ്ട്, ആ വെല്ലുവിളിയും കൂടി നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള നയങ്ങൾ രൂപീകരിക്കുക. അപ്പൊ എപ്പോഴും മുന്നിൽ ഒരു മുൻവശം കൂടി കണ്ടുകൊണ്ട് അല്ലെ, വെല്ലുവിളി വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നയങ്ങളൊക്കെ ആയിരിക്കും രൂപീകരിക്കേണ്ടത്. അല്ലാതെ പഴയ ഒരു ഓൾഡ് കൺസെപ്റ്റ് തന്നെ എടുത്തുകൊണ്ട് പിന്നെയും അത് ഫോളോ ചെയ്യാനായിട്ടല്ല ശ്രമിക്കേണ്ടത്. പുതിയ നയങ്ങളൊക്കെ മുന്നോട്ട് അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനെ, സ്ഥാപനത്തിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് ഒരു ഭാഗം കൂടി എടുത്ത് പോകാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് നെക്സ്റ്റ് ഡേ തുടങ്ങാം. ഇതുകൂടിയും അതിന്റെ ഒരു ബാക്കിയാണ് എടുത്തോണ്ടേ. അല്ലേ? എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പേഴ്സണൽ പോളിസി. എന്താണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷതകൾ, നല്ലൊരു പേഴ്സണൽ പോളിസിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. Personal policies characteristics. First one, it should be clear, positive and early understood by each and every employee of the organization. അതായത് നമുക്കറിയാം ഇത് ക്ലിയർ ആയിരിക്കണം അല്ലെ. നമ്മള് ഈ പോളിസി നയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെ അത് മനസ്സിലാക്കത്തക്ക വിധത്തിലായിരിക്കണം അത് രൂപീകരിക്കേണ്ടത്. early understood by each and every employee of the organization. അപ്പൊ അതായത് നേരത്തെ കൂട്ടി അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ തന്നെ അല്ലെ, ഒരു സ്ഥാപനത്തിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി അവർ ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് അതിന്റെ നിയമാവശങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കത്തക്ക വിധത്തിലായിരിക്കണം അത് രൂപീകരിക്കേണ്ടത്. then it should be in a written form. എപ്പോഴും അത് നിയമാവലികളൊക്കെ എഴുതിയ രൂപത്തിലായിരിക്കണം രൂപീകരിക്കേണ്ടത്. then it should be in the local language also. അതായത് നമ്മളിപ്പോ കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോ എല്ലാ തൊഴിലാളിക്കും ഇൻ കേസിൽ ചിലപ്പോ ക്ലീനിങ് സെക്ഷനുള്ള തൊഴിലാളിക്ക് ചിലപ്പോ അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്കറിയാം എല്ലാവർക്കും വായിക്കാനല്ലേ ആണെങ്കിൽ കൂടി ചിലർക്ക് ചിലപ്പോ ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്ത് ഇൻ കേസ് ഇപ്പൊ തമിഴ്നാട്ടില് പോയിട്ട് ഒരു മലയാളം ലാംഗ്വേജ് കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് നിയമാവലി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും മനസ്സിലാവോ? ലോക്കൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള നിയമാവലികള് അല്ലെ രൂപീകരിച്ചു വെക്കണം. അപ്പൊ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതാണ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. അതായത് ഇംഗ്ലീഷിലൊക്കെ ഇനി തയ്യാറാക്കി വെച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന ലോക്കൽ ലാംഗ്വേജിൽ കൂടി അത് തയ്യാറാക്കിയിരിക്കുന്ന പോളിസികൾ രൂപീകരിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ജനറലി നോൺ ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. അതായത് എല്ലാവരും അല്ലെ ഇൻ കേസ് ജനറലി ഇറ്റ് ഷുഡ് ബി എന്താ പറയുന്നത് ജനറലി നോൺസ് ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. എല്ലാവരും എന്തിനെയാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് അല്ലെ അത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ജനറലി നോൺസ് ടു ഓൾ. എല്ലാവരുടെയും താല്പര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇൻ കേസ് അവിടെ ഇപ്പൊ ഒരു ഡോക്ടേഴ്സിനെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ അവിടെ നഴ്സുമാരെ തൃപ്തിപ്പെടുത്തുക
അങ്ങനെയൊക്കെ ഉള്ള ഒരു സെപ്പറേഷൻ ആയിട്ടുള്ള വ്യക്തികളുടെ താല്പര്യങ്ങൾ മാത്രമല്ല ഉൾപ്പെടുത്തി പോളിസികൾ രൂപീകരിക്കേണ്ടത്. എല്ലാവരെയും പരിഗണിച്ചിട്ടുള്ള അവരുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ താല്പര്യങ്ങൾ പരിഗണിച്ചിട്ടുള്ള പോളിസികളായിരിക്കണം രൂപീകരിക്കേണ്ടത്. അതൊരു ഫീച്ചറാണ്. ദെൻ എന്താണ് മറ്റൊരു സവിശേഷത പറയുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഓർഡർ ടു പ്രിസർവ് ഇറ്റ് അഗേൻസ്റ്റ് ലോസ്. അതായത് നഷ്ടപ്പെടുത്താത്ത തരത്തില് അല്ലെ. ഇൻ കേസ് നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് എന്താണ് ഇൻ കേസ് ഒരു മഴയ്ക്ക് കൊണ്ട് മാഞ്ഞു പോകുന്ന രീതിയിലൊന്നും അത് സ്ഥാപിക്കരുത്. അതെന്താണ് അത് നഷ്ടപ്പെടാത്ത തരത്തിൽ തന്നെ അത് സ്ഥാപിക്കപ്പെടണം അല്ലെ. എന്താണ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഓർഡർ ടു പ്രിസർവ് ഇറ്റ് അഗെയിൻസ്റ്റ് ലോസ്. നഷ്ടപ്പെടാതിരിക്കത്തക്ക വിധത്തിലുള്ള രീതിയിലായിരിക്കണം എഴുതി തയ്യാറാക്കി രൂപകൽപ്പന ചെയ്യേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി റീസണബിൾ സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. അതായത് അവിടെ ഒരു സ്ഥിരത ഉണ്ടാവണം അല്ലെ. നമ്മുടെ റീസണബിളി ഒരു നിലനിൽപ്പ് ആ ഒരു പോളിസി നയങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബട്ട് നോട്ട് റിജിഡ് എന്ന് വെച്ചാൽ വർഷം കൂടി അല്ലെ കർക്കശമായിരിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്താ പറയുക അവിടെയുള്ള തൊഴിലാളികളെ കൊണ്ട് സ്ട്രെസ് ചെയ്യുന്ന തരത്തിലുള്ള നിയമാവലികൾ ഉണ്ടാക്കരുത്. എന്നാൽ അവർക്ക് എന്താണ് പാലിച്ചു കൊണ്ടുപോകണ്ട അല്ലെ. എല്ലാവർക്കും സാമാന്യം ഏത് സമയത്ത് അവൈലബിൾ അല്ലെ, കൃത്യസമയത്ത് നേരത്തെ കുട്ടി എല്ലാവരെയും പങ്ക്ച്വാലിറ്റിയൊക്കെ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ സ്ട്രെസ് ചെയ്യുന്ന തരത്തിലുള്ള നിയമാവലികളൊന്നും ഉണ്ടാക്കരുത്. നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന നിയമാവലികളൊക്കെ രൂപീകരിക്കാനായിട്ട് ശ്രമിക്കണം. It should be the result of the careful analysis of all the available facts. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഘടകങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് അത് നല്ല രീതിയിൽ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കണം ഈ നിയമാവലികൾ എന്ന് പറയുന്നത്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളെ കുറിച്ചിട്ട് വിലയിരുത്തണം അല്ലെ. അവിടെ വരാൻ സാധ്യതയുള്ള വർക്കേഴ്സ് അവരുടെ അഖിലങ്ങൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടൊക്കെയാണ് ടൈം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. സാലറി ഒക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അല്ലെ അവരുടെ എല്ലാ കൃത്യമായിട്ടുള്ള ഫാക്ടുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അത് മാനദണ്ഡങ്ങളൊക്കെ രൂപീകരിക്കാൻ പാടുള്ളൂ. Then it should be uniform throughout the organization. എല്ലായിടത്തും യൂണിഫോം അല്ലെ. സ്ഥാപനത്തിന് ഉടനീളം അത് യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. എല്ലായിടത്തും ഒരേപോലെ തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട്. It must provide to be communication system between the management and the employees. അതായത് ഈ ഒരു ഫോമാറ്റ് നമുക്കറിയാം എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. വർക്കേഴ്സിന് ശരിക്കും മിതമായ ഇത്ര കൂലി കിട്ടുന്നുണ്ട്, എത്ര സമയം ചെയ്തെങ്കിൽ ഇന്ന സാധനഗതികൾ കിട്ടുന്നുണ്ട്, ഇന്ന രീതികളുണ്ട്. അപ്പൊ മാനേജ്മെന്റിൽ നിന്ന് ആ വർക്കേഴ്സ് ആഗ്രഹിക്കുന്ന അല്ലെ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നിയമാവലിയിൽ പോളിസിയിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ ഒരു ആശയവിനിമയം തന്നെയാണ് അവിടെ ലഭ്യമാക്കുന്നത്. It provided to be communication system between the management and the employees. എംപ്ലോയീസുമായിട്ടുള്ള തൊഴിലാളികളും മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ ഒരു റിസൾട്ട് ആണ് എന്താണ് ഈ ഒരു പോളിസിയിൽ നിന്ന് വ്യക്തമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, വായിച്ചു.
ഹലോ, ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത്, പക്ഷേ ഞാൻ വോയിസും ഇതും നല്ലോട്ടാക്കി തന്നെ വെച്ചതാണ്. ഓക്കെ, നിങ്ങളുടെ 4, 5, 6 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഫോർത്ത് പോയിന്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ജനറലി നോൺ ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. അതായത് ഇൻട്രസ്റ്റ് അല്ലേ, എല്ലാവരുടെയും ഇൻട്രസ്റ്റ് അവിടെ പരിഗണിക്കണം. ഇതില് നമ്മളിങ്ങനെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പോളിസികൾ രൂപീകരിക്കുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന്റെ എല്ലാവരുടെയും താല്പര്യത്തിനെയും പരിഗണിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെ, ഒരു പോളിസികളായിരിക്കണം, നയങ്ങളായിരിക്കണം രൂപീകരിക്കേണ്ടത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഓർഡർ ടു പ്രിസർവ് ഇറ്റ് അഗേൻസ്റ്റ് ലോസ്. അതായത് അത് റിട്ടൺ ആയിട്ടാണ് ഈ പോളിസികൾ നമ്മൾ എഴുതി തയ്യാറാക്കേണ്ടത് അല്ലെ. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അതായത് ഒന്ന് മാഞ്ഞു പോകുന്ന തരത്തിലുള്ള രീതിയിലുള്ള അല്ലെ, ആ ഒരു പോളിസികൾ രൂപീകരിക്കുമ്പോൾ ഒരു പ്രിസർവ്, ഒരു കരുതൽ വേണം അല്ലെ. അത് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലെ ഇടയിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകാനൊക്കെയാണ് സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ നഷ്ടപ്പെട്ടു പോവാത്ത തരത്തിലുള്ള പ്ലേസിൽ അല്ലെങ്കിൽ മാഞ്ഞു പോവാത്ത തരത്തിലുള്ള പ്ലേസിലായിരിക്കണം ഈ നിയമാവലികളെല്ലാം അല്ലെ സൂക്ഷിച്ച് അത് എഴുതി തയ്യാറാക്കി സൂക്ഷിച്ച് വെക്കേണ്ടത്. It must be reasonably stable but not rigid. അതായത് നിയമാവലികളൊക്കെ അല്ലെ സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് പാലിക്കാൻ പറ്റുന്നതായിരിക്കണം. അതായത് കർക്കശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻ കേസ് ഒരു കൂടുതൽ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്തിട്ട് കൂലിയൊന്നും കൊടുത്തില്ലെങ്കിൽ അത് ആരെങ്കിലും പാലിച്ചു പോകുമോ? നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങളായിരിക്കണം അല്ലെ. അത് ഒരിക്കലും കർക്കശത്തോട് കൂടിയിട്ട് അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളൊന്നും ആയിരിക്കരുത്. എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന നിയമാവലികൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അപ്പൊ അതൊരു പ്രത്യേക സവിശേഷതയാണ്. ഇറ്റ് മസ്റ്റ് ബി റീസണബിളി സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. കർക്കശമായിട്ടുള്ള നിയമാവലികളൊന്നും ആയിരിക്കരുത്. എല്ലാവർക്കും പാലിച്ചു പോകാൻ പറ്റുന്ന, സ്ഥായിയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങളായിരിക്കണം ആ പോളിസികളിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ാണോ? ഇനി എന്തെങ്കിലും പോയിന്റ്സ്? Seventh point. Okay, it should be result. It should be result of the careful analysis of all the available facts. അതായത് സ്ഥാപനത്തിന്റെ എല്ലാ ലഭ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ട് വേണം ഈ പോളിസികൾ രൂപീകരിക്കാനായിട്ട്. അതായത് നമുക്ക് ചിലപ്പോഴെങ്കിൽ വർക്കേഴ്സിന്റെ ആ ഒരു സമയക്രമം രൂപീകരിക്കുമ്പോഴും അവരുടെ കൂലി നിശ്ചയിക്കുമ്പോഴും അത് മതിയായതാണോ, അവർക്ക് മതിയായ കൂലിയാണോ, മതിയായ സമയക്രമമാണോ, മതിയായ ഷിഫ്റ്റ് ആണോ എന്നൊക്കെ അത് നല്ല രീതിയിൽ അതിന്റെ ഘടകങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം കെയർഫുള്ളി അനാലിസിസ് അല്ലെ, അവിടെ അനലൈസ് ചെയ്യാം, നല്ല രീതിയിൽ വിലയിരുത്തിയതിനു ശേഷമാണ് അതിന്റെ റിസൾട്ട് ആയിരിക്കണം ഈ പോളിസികൾ. അല്ലാതെ ഒരു അനലൈസേഷനും ഒരു വിലയിരുത്തലും ഒന്നും ഇല്ലാതെ വെറുതെ കുറച്ച് പോളിസികളൊന്നും രൂപീകരിക്കാൻ പാടില്ല. കെയർഫുൾ ആയിട്ട് തന്നെ മതിയായ ലഭ്യമായിട്ടുള്ള ഫാക്ട്സുകളുടെ അതായത് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തതിനു ശേഷം അതിന്റെ റിസൾട്ട് ആയിരിക്കണം ഈ പോളിസികൾ, ഈ നയങ്ങളൊക്കെ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, miss.